എന്തായാലും ചിത്രം ഒരു വിജയമാക്കി രണ്ടാം വാരത്തിലേക്കാക്കി തന്നതിന് അതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പടത്തെ രണ്ടാം വാരത്തിലേക്ക് എത്തിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മധു കലാഭവൻ. ഈ പടത്തിൻ്റെ തിരക്കഥയും സംഭാഷണം ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ കഥ ഷമീർക്കടയാണ്. കൂടാതെ ഇതിൽ ഞാൻ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. കുര്യൻ ജോൺ എന്ന് പറഞ്ഞ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ TS സാബു സ്ഥലത്തില്ല, അദ്ദേഹമാണിത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. നായകനാണ് നമ്മുടെ ജിൻസ് ജോയി. വേറെ ഒരുപാട് പേരുണ്ട്, ഐഷയുണ്ട്, കോട്ടയം നസീർ. അവരൊക്കെ വേറെ ഷൂട്ടായിട്ട് വരാൻ പറ്റിയില്ല. വിജയകരമായി തീർക്കാൻ സഹായിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സന്തോഷം നമ്മൾ പങ്കിടുന്നതിനായി ഇപ്പോൾ നമ്മൾ ഈ എറണാകുളത്ത് ഈ തിയേറ്ററിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. എന്തായാലും ചിത്രം ഒരു വിജയമാക്കി രണ്ടാം വാരത്തിലേക്കാക്കി തന്നതിന് അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഷിജിൻ ലാൽ, PRO എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ സിനിമ ഒരു വിജയമാക്കി തന്നതിന്. കാരണം ഇതൊരു ത്രില്ലർ മൂവിയാണ്, പരിമിതികളുണ്ട്, കുഞ്ഞു പടമാണ്. അപ്പോൾ പ്രേക്ഷകരത് നല്ല രീതിയിൽ ഏറ്റെടുത്തു, വിജയിപ്പിച്ചു തന്നു. അതിന് എല്ലാ പ്രേക്ഷകരോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഞങ്ങളിത് വളരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത എല്ലാ മീഡിയാസിനും നിങ്ങളുടെ എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാത്തിനുപരിയായി ദൈവത്തിനും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സിനിമയുടെ ടീമിന് എല്ലാവരോടും, ഇതിൻ്റെ വിതരണവും SFCയും അതിൻ്റെ PRO, അതുപോലെ കലാഭവൻ മധുചേട്ടൻ, ഇതിൻ്റെ കഥ ഷമീർ, അതുപോലെ തന്നെ സംവിധായകൻ TS സാബു, എല്ലാവരോടും നന്ദി പറയുകയാണ്. എന്തായാലും ഇനിയും നല്ല ചിത്രങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രേക്ഷകരായ നിങ്ങൾ തരണം. കൂടാതെ മീഡിയസായ നിങ്ങളും, നിങ്ങളുടെ അനുഗ്രഹവും പ്രോത്സാഹനം എപ്പോഴും ഉണ്ടാവണം. ഇതുപോലുള്ള നല്ല നല്ല സിനിമകൾ ചെയ്യാനുള്ള അവസരം ഇനിയുണ്ടാകാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി. എന്തായാലും ചിത്രം രണ്ടാം വാരത്തേക്ക് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് ഞങ്ങളോടൊപ്പം നിങ്ങളും അതിൽ പങ്കുചേരുന്നതിൽ വളരെ വളരെ സന്തോഷം. ഇനിയും ഞങ്ങളുടെ ടീം ബെന്നറ്റിനെ അടുത്ത പടത്തിനായി നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്